ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കേവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടി സദാസമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ വളരെ സങ്കടകരമായിട്ടുള്ളതും സന്തോഷകരമായിട്ടുള്ളതുമായ ഒരുപാട് നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ അവസ്ഥ തന്നെയായിരിക്കും ഇതുവരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടകരമായ അനുഭവങ്ങളാണ് ഉണ്ടായതെങ്കിൽ ഇനി വരാൻ പോകുന്നത് സന്തോഷത്തിൻ്റെ നാളുകളെന്ന് പ്രത്യാശയോടെയാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഗുണഫലങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള തീരാവേദനകളെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ സശ്രദ്ധം കേൾക്കുക. വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ മുഴുവനായി കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. വളരെ പാവനമായിട്ടുള്ള 2 ചിത്രങ്ങളാണ്. നമുക്കറിയാം, പുഷ്പങ്ങളെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല. നമ്മുടെ മനസ്സിൽ എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഒരു വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു പുഷ്പത്തെ കാണുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിലെ ചിന്തകളും ആകുലതകളൊക്കെ വഴിമാറി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള 2 പൂക്കളുടെ ചിത്രമാണ് ഇന്നത്തെ മൈൻഡ് റീഡിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ അത്യധികം ആകർഷിച്ച ഒരു പൂ തിരഞ്ഞെടുക്കുക. അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഫലങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പൂക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും തന്നെ പാടുള്ളതല്ല. നിങ്ങളുടെ ഇഷ്ടദേവി ദേവന്മാരെ നല്ലപോലെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു പൂ സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ചിത്രം അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നല്ല രീതിയിൽ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. ദാനശീലം, ക്ഷമ, കർമ്മഗുണം എന്നീ ഗുണങ്ങളുള്ള നിങ്ങൾ ഹൃദ്യമായി പെരുമാറാൻ കഴിവുള്ളവരാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ നല്ലപോലെ ശ്രമിക്കുന്നതാണ്. മനസ്സിന് നല്ല ബലക്കുറവുള്ള വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. മനസ്സിന് നല്ല ബലക്കുറവുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത്. ദൂരയാത്രകൾ, ക്ഷേത്ര ദർശനം എന്നിവയൊക്കെ ആഗ്രഹത്തിനൊത്ത് നടക്കാനുള്ള അനുകൂലമായ സമയമാണ് ഇനി വരാൻ പോകുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക്. ദൃഢനിശ്ചയത്തോടെ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല എന്നതാണ് വാസ്തവം. ഈശ്വര സാന്നിധ്യത്തോടെ, നല്ല ചിന്തകളോടെ, നല്ല പ്രവൃത്തികളിലൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഒരുപാട് ശത്രുത നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതൊരു പക്ഷേ കുടുംബത്തിൽ നിന്നോ, സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നോ, നാട്ടുകാരിൽ നിന്നോ, ഇനി ഇതൊന്നുമല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നോ ഒക്കെ ആയേക്കാം. കുശുമ്പ്, കുനുട്ട്, അസൂയ ഇത്യാദി കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആളുകളാണ് നിങ്ങൾ. അന്യൻ്റെ വളർച്ചയിൽ അല്പം പോലും അസൂയപ്പെടാറില്ല. നമുക്കുള്ളത് ഭഗവാൻ നമുക്ക് തന്നെ ഏതു സമയത്തും കൊണ്ടുവന്ന് തരുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. എത്ര വലിയ ശത്രു മുന്നിൽ വന്നാൽ പോലും അവർക്കെതിരെ ഒന്നും ചെയ്യുവാനോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ പറയുവാനോ ഒന്നും നിങ്ങൾ മുതിരാറില്ല. മനസ്സ് കൈവിട്ടു പോകുന്ന പല അവസ്ഥകളും നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. എങ്കിലും അടിപതറാതെ മുന്നോട്ടു പോകുവാൻ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ എപ്പോഴും കാത്ത് സംരക്ഷിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ തന്നെ കൊണ്ട് തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തിരുത്തി അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുള്ളവരാണ്. ആരെയും തന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിക്കാൻ കഴിയാത്തവരാണ് നിങ്ങൾ. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതായിരുന്നു.
ജീവിത ചിലവ് നല്ല രീതിയിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എത്ര പൈസ സ്വരുക്കൂട്ടി വെച്ചാലും അതൊന്നും രണ്ടറ്റത്തേക്ക് കൂട്ടിമുറ്റിക്കാൻ സാധിക്കാതെ പലപ്പോഴും വിഷമിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. വളരെയധികം നിഷ്കളങ്കത ഉള്ളവരും സ്നേഹസമ്പൂർണരുമായ സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെ തളർത്തുവാനും ഒറ്റപ്പെടുത്തുവാനും സമൂഹവും കുടുംബവും ഒക്കെ ഒരുപോലെ ശ്രമിച്ചാലും ദൈവകൃപ കൊണ്ട് കുരുത്തം കൊണ്ടുമൊക്കെ അതിനെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ പല കാര്യങ്ങളും നടന്നു കാണില്ല. എന്നാൽ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചവരൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാറില്ല എന്നതാണ് വിഷമകരമായ മറ്റൊരു കാര്യം. നല്ലൊരു ജോലി നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചു വൈകിയാണെങ്കിലും സന്തോഷവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതാണ്. ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനായി സാധിക്കുന്നതാണ്. ഭഗവാനിൽ സർവമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. ആഗ്രഹ സാഫല്യമൊക്കെ ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. സത്യസന്ധത കൈമുതലാക്കി ജീവിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത്. കള്ളം പറയാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത സ്വഭാവ സവിശേഷതയുമാണ് നിങ്ങൾക്കുള്ളത്. സഹിക്കാവുന്നതിലപ്പുറം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ അനുഭവിച്ചവരാണ് നിങ്ങൾ. സാമ്പത്തിക പ്രതിസന്ധി നല്ല രീതിയിൽ തന്നെ നിങ്ങളെ അലട്ടുന്നുണ്ട്. എങ്കിലും ആരോടും പരാതിയും പരിഭവവും വെച്ച് പുലർത്തുന്ന ആളുകളല്ല നിങ്ങൾ. കഷ്ടനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറി മാറി പിന്തുടരുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നതും. രോഗങ്ങൾ കൊണ്ടും വളരെയധികം മനസ്സ് വേദനിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഇനിയും നടക്കേണ്ട ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊന്നും അടിപതറാതെ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുക. മറ്റുള്ളവരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ ഇത് നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചടികളാണ് തന്നിട്ടുള്ളത്. പലപ്പോഴും അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നതും മറ്റൊരു വാസ്തവമാണ്. ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് ഒട്ടും വിദൂരമല്ല. പക്ഷേ അങ്ങേയറ്റം ശ്രമിക്കണമെന്ന് മാത്രം. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. ഒട്ടും ആശങ്കയോ പരിഭവമോ ഇതിൽ വേണ്ട. നിങ്ങളുടെ ഇഷ്ടദേവൻ നിങ്ങളോട് കൂടി സദാസമയം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പ്രതിസന്ധികളും നിങ്ങളുടെ മുന്നിൽ വന്നു ചേർന്നാലും അതിൽ നിന്നെല്ലാം ഒരു കൈ ഉയർത്തിക്കൊണ്ട് തന്നെ നിങ്ങളെ പിടിച്ചുയർത്തുന്നതാണ്. കഠിനാധ്വാനികളാണ് നിങ്ങളെങ്കിലും ചില അവസരങ്ങൾ ലഭിക്കുന്നത് വളരെ അപൂർവമായതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കാറില്ല എന്നതാണ് സത്യം. മനഃപൂർവ്വമല്ലാത്ത കാര്യങ്ങൾക്ക് വിശ്വസ്തർ എന്ന് നിങ്ങൾ കരുതിയിരുന്ന പലരും പല സമയത്തും നിങ്ങളോട് അകൽച്ച കാണിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണ മൂലം പല ബന്ധങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. സ്വന്തം കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ് നിങ്ങൾ. സ്വന്തം ജോലിയും വീടും നഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രണയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുള്ള അനുകൂലമായ സമയമാണ് ഇനി വരാൻ പോകുന്നത്. വിവാഹ ഭാഗ്യമില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹം നടക്കാതെ വിഷമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇനി വരുന്ന നാളുകൾ അത്തരത്തിലുള്ളവർക്കും ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇനി കാണുന്നത്. ആഗ്രഹങ്ങൾ അപ്പോൾ തന്നെ ലഭിച്ചില്ലെങ്കിലും പ്രതീക്ഷ കൈവിടരുത്. അധികം വൈകാതെ ഓരോന്നായി ലഭിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഐക്യത്തോടു കൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളുക. മാനസികമായ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാറി മാറി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് അതൊക്കെ മാറി ജീവിത ലക്ഷ്യം കൈവരിക്കുന്നതാണ്. ജീവിതത്തിലുണ്ടായ എല്ലാ പരാജയങ്ങളെയും അതിജീവിച്ച് സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിതം നയിക്കുക. പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങളെ മാത്രം മനസ്സിലേക്ക് എടുക്കുക, ബാക്കിയുള്ളവ പുറന്തള്ളുക. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.